പാകിസ്ഥാൻ നെഹ്റുവിന്റെ കാലത്ത്, ഇന്ദിരയുടെ കാലത്ത്, ശാസ്ത്രിജിയുടെ കാലത്തൊക്കെ ആക്രമണം നടത്തിയിട്ടുള്ളത് ഉണ്ട്. അന്നൊക്കെ എന്താ സംഭവിച്ചത്? അവരെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തി എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തെ രണ്ടാക്കി തിരിച്ച് മറ്റൊരു സ്വതന്ത്ര രാജ്യത്തിന് രൂപം കൊടുത്ത പാർട്ടിയാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ദിരാഗാന്ധി ഇന്ത്യ എന്ന രാജ്യം അത് നിങ്ങൾ മറക്കരുത്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള ഏത് രാജ്യങ്ങളുടെ പിന്തുണയാണ് നമുക്ക് ഈ വിഷയത്തിലുള്ളത്? നേപ്പാൾ നമ്മളെ പിന്തുണയ്ക്കുന്നുണ്ടോ? ശ്രീലങ്ക പിന്തുണയ്ക്കുന്നുണ്ടോ? മ്യാൻമാർ പിന്തുണയ്ക്കുന്നുണ്ടോ? ചൈന പിന്നെ പണ്ടേ എതിരാണ്. പാകിസ്ഥാനാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഏത് അയൽ രാജ്യമാണ് നമ്മളെ പിന്തുണയ്ക്കുന്നത്? വിശ്വഗുരുവാണെന്നും പറഞ്ഞിട്ട് ഇവിടുത്തെ പണം എടുത്ത് ലോകം മുഴുവൻ വിമാനയാത്ര നടത്തിയിട്ട് കാര്യമില്ല. നയതന്ത്രം എന്ന് പറഞ്ഞാൽ അതൊരു കഴിവ് കൂടിയാണ്, അതൊരു സ്റ്റേറ്റ്മാൻഷിപ്പിന്റെ ഭാഗം കൂടിയാണ്. അത് ഈ രാജ്യത്തെ ആളുകളെ വർഗീയമായിട്ട് ഭിന്നിപ്പിക്കുന്നതിലൂടെ കിട്ടുന്നതിലല്ല, അത് കുറച്ച് വേറെ കുറെ പഠനങ്ങളും കൂടി വേണ്ടതാണ്. ഇനി താങ്കൾ പറഞ്ഞു കോൺഗ്രസ് ഭരിച്ചപ്പോൾ അക്രമം നടന്നു. കാർഗിൽ യുദ്ധം നടന്ന എപ്പോഴാ? ഇവിടുന്ന് നിങ്ങളുടെ വാജ്പേയിയുടെ കാലത്ത് നിങ്ങൾ പാകിസ്ഥാനിലേക്ക് ബസ് യാത്ര നടത്തുന്നു, നിങ്ങൾ നയതന്ത്ര യാത്ര നടത്തുന്നു, അതിർത്തി തുറന്നു കൊടുക്കുന്നു. അവരെന്താ ചെയ്ത്? മുഷാറഫിന്റെ നേതൃത്വത്തിൽ പട്ടാളക്കാരെ കാർഗിലേക്ക് നുഴഞ്ഞു കയറാൻ വിട്ട് ഇന്ത്യയുടെ ഭൂമി കൈയടക്കി. കാർഗിൽ യുദ്ധം അങ്ങനെയല്ലേ ഉണ്ടായത്? ഇന്ത്യയുടെ പട്ടാളക്കാർ മരണപ്പെട്ടപ്പോൾ അവരുടെ ശവപ്പെട്ടിക്ക് പോലും കൈക്കൂലി മേടിച്ച, അഴിമതി നടത്തിയ, കുംഭകോണം നടത്തിയ പാർട്ടിയാ BJP. നിങ്ങൾ മറക്കുന്നുണ്ടോ? ഇന്ത്യയിൽ പാർലമെന്റ് ആക്രമണം നടന്നത് ഏത് സമയത്താ? അതിന് മറുപടി നിങ്ങൾ പറയണ്ടേ? ഇനി പുൽവാമയിൽ 40 പട്ടാളക്കാർ ഇന്ത്യയുടെ തെരുവീതികൾ പൊട്ടി ചിന്നി ചിതറിപ്പോയില്ലേ? 2,500 പട്ടാളക്കാരെ സെക്യൂരിറ്റി പോലും കൊടുക്കാതെ റോഡ് മാർഗം കൊണ്ടുവന്നപ്പോ അതിനെതിരെ പട്ടാള മേധാവികൾ പോലും അഭിപ്രായം പറഞ്ഞിട്ട് നിങ്ങൾ അത് വിശ്വാസത്തിലെടുക്കാതെ, വിമാനമാർഗം കൊണ്ടുപോകാതെ അവരെ ബലി കൊടുത്ത് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച ആളുകളെ